ഗുരുവായൂരിലുള്ള ഒരു ഹോട്ടൽ ഉടമ ഹക്കീം എന്ന പേര്, അയാൾ അവിടെ തുളസിത്തറയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ദൃശ്യം. ഇപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഒരു അറിയിപ്പ് വരുന്നു, ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്താൽ സമൂഹ സ്പർദ്ധ വളർത്താൻ ഇടയാക്കും, അതുകൊണ്ട് അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും. മാത്രമല്ല, ഈ യുവാവ് 25 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ്. അപ്പോൾ 25 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന ഒരാൾ ഇത്ര നാളെങ്ങനെ ഹോട്ടൽ നടത്തിയത്? ആ ഹോട്ടൽ നടത്തിയവർ, അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്കുൾപ്പെടെ ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? അപ്പം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തി ഇനി ഷെയർ ചെയ്താൽ കുറ്റകരമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പേരുകാരനായതുകൊണ്ടാണോ? അല്ല, അയാളെ അറസ്റ്റ് ചെയ്തോ? ഇല്ല, അറസ്റ്റ് നടന്നിട്ടില്ല. കേരള പോലീസിൻ്റെ വിചിത്രമായ പരിപാടി അതാണ്. ഈ തെമ്മാടിത്തരം കാണിച്ചവനെ അറസ്റ്റ് ചെയ്യില്ല, അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തവരെ അറസ്റ്റ് ചെയ്യും. അതെ. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറ്റവാളിയെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണത്. 25 വർഷമായിട്ട് തലയ്ക്ക് സുഖമില്ല എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. 25 വർഷമായിട്ട് പോലീസ് എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ തലയ്ക്ക് സുഖമില്ലാത്ത ആളിനെയും വെച്ചാണോ ഈ ഹോട്ടൽ നടത്തുന്നത്? ഞാൻ പറയുന്നത്, ആദ്യം ഇവർ ചെയ്യേണ്ടത് ഹോട്ടൽ പൂട്ടുക, ഈ ഹക്കീമിനെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് അയാൾക്ക് മാനസിക രോഗമാണെങ്കിൽ പോലീസ് ഇതുപോലെ പല ഇതുമൊക്കെ പറയും. ഈ കൊലപാതകം ഉണ്ടല്ലോ, തന്നെത്താൻ വെട്ടി മരിച്ചതാണ് എന്ന് FIRൽ എഴുതുന്ന പോലീസുകാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെത്താൻ കഴുത്ത് വെട്ടി അത് മുഴുവൻ വെട്ടി തീർന്നില്ല, അതുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ അറുത്തറുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞ് FIR എഴുതുന്ന സാമർഥ്യം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് പോലീസിൽ. അപ്പോൾ ഇവരൊക്കെ കടയടയ്ക്കുകയും ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലെങ്കിൽ ഇയാളെ ഉളം പറക്കി വിടുക, എന്താണെന്ന് വെച്ചാൽ വേണം ആദ്യം ചെയ്യാൻ. എന്നിട്ടും പിന്നെ ആൾക്കാർ ഇത് പ്രചരിപ്പിച്ച് പ്രശ്നമാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പറയാം, ഇത് പ്രചരിപ്പിക്കരുതെന്ന് പറയാം. അതല്ലാതെ എത്രയോ വീഡിയോ പ്രചരിക്കുന്നു. ഇതിലും പ്രകോപനപരമായ എത്ര പ്രസംഗങ്ങൾ എന്തെല്ലാം കേരളത്തിൽ നടക്കുന്നു. ആ ഒരു ഇങ്ങേരുണ്ടല്ലോ, ബാലുശ്ശേരി, അയാളുടെ പ്രസംഗങ്ങൾ എത്ര പ്രകോപനപരമാണ്. എന്ത് ചെയ്തു ബാലുശ്ശേരി? അവർ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിനെ പൂഴ്ത്തി സംസാരിക്കും, ഇപ്പുറത്ത് വന്നിട്ട് അമ്പലത്തിന് 10 പൈസ കൊടുക്കരുത്, വേശ്യാലയത്തിന് വേണമെങ്കിൽ കൊടുത്തോ എന്ന് പറയും. ഇങ്ങനെയൊക്കെ നടക്കും. ഇവരൊക്കെ സ്വതന്ത്രമായിട്ട് കേരളത്തിൽ വിഹരിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ ഞാൻ തട്ടിക്കളയുമെന്ന് പറഞ്ഞിട്ട് പോലീസ് മുന്നറിയിപ്പും കൊടുക്കുന്നു. ഈ പോലീസിന് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്തോട് തന്നെ ഒരു വിരോധമുണ്ട്. ആ സ്ഥലത്തോട് മുഴുവനൊന്നുമല്ല, ആ ഗുരുവായൂർ ക്ഷേത്രവും അവിടെ തൊഴാൻ വരുന്ന ആൾക്കാരോടുമുള്ള വിരോധം. അത് പിഴുത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഗുരുവായൂരൊക്കെ ഈ പോലീസിന് ഇഷ്ടപ്പെടുന്ന സമുദായത്തിലെ ആൾക്കാരാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഇതാണ് കേരള പോലീസിൻ്റെ ന്യായം. മഹാമോശമാണ് ഇതൊക്കെ. ഇത്ര സുവ്യക്തമായിട്ട് ഒരു സമുദായത്തെ സംരക്ഷിക്കാനായിട്ട് കേരള പോലീസ് ഇറങ്ങുന്നത്, കേരള പോലീസിന് ഒരു നീതിബോധവും ഇല്ലെന്നും അവരൊരു പ്രത്യേക സമുദായത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നുവെന്നും കാണുന്ന കാഴ്ചയാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത ആൾ കുറ്റക്കാരനാകുകയും വീഡിയോയിൽ ഈ പറഞ്ഞ കുറ്റകൃത്യം ചെയ്ത ആൾ സമർത്ഥനാകുകയും ചെയ്യുന്നു. ഇപ്പോൾ 25 വർഷമായിട്ട് ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ ഈ ഹോട്ടൽ നടത്താനുള്ള ഓരോ തവണയും ഇത് പുതുക്കി കൊടുക്കണമല്ലോ ഓരോ വർഷം. ആ ഉദ്യോഗസ്ഥരൊന്നും ഇത് അറിഞ്ഞില്ല ഇയാൾക്ക് മാനസിക രോഗം. തുളസിത്തറയിൽ ഇത് ചെയ്യാമെങ്കിൽ ഇയാൾ ഹോട്ടലിലെ ഭക്ഷണത്തിൽ എന്തായിരിക്കും ചെയ്തിരിക്കുക? ആലോചിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അതെ, ആർക്കും ഇതറിയാൻ പറ്റില്ല. കാരണം ഭക്ഷണത്തിൽ മുടി വരുന്നത് ഒരു അപൂർവമായിട്ടാണെങ്കിലും വരാറൊക്കെ ഉണ്ട്. അതെ, എല്ലാവരും വിചാരിക്കുന്നത് തലയിലെ മുടിയാണെന്നാണ്, അല്ലേ? അതെ, ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാനും പറ്റില്ല. അതെ. ഇപ്പോൾ ഇതൊക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തെമ്മാടിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ധൈര്യമില്ല. എന്നിട്ട് നാട്ടുകാരെ പേടിപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചകത്താക്കും. എന്തിനകത്താക്കണം? ആ ഷെയർ ചെയ്യുന്ന കുറ്റം എന്താണ്? ഈ ചെയ്ത കുറ്റത്തേക്കാൾ വലുതാകുന്നില്ലല്ലോ ഷെയർ ചെയ്ത കുറ്റം. ഒരു കുറ്റകൃത്യം കണ്ടു, അത് മറ്റൊരാളെ അറിയിക്കുന്നത് കുറ്റമാകുന്നത് എങ്ങനെയാണ്? ഞാനിന്നൊരാളെ നടു റോഡിൽ കൊല്ലുന്ന ഞാൻ കണ്ടു സിനിജി എന്ന് ഞാൻ സിനിജിയോട് പറഞ്ഞാൽ എൻ്റെ പേരിൽ കേസെടുക്കുക. അതൊരു വിശേഷം പറയുകയല്ലേ, ഒരു വിവരം അറിയിക്കുകയല്ലേ? അത് കുറ്റമാകുകയും ഈ കുത്തിക്കൊന്നവനുണ്ടല്ലോ നടു റോഡിൽ, അവൻ മാന്യനായിട്ട് കണക്ക്, അവനും കുറേ കാലമായിട്ട് മാനസികമായ പ്രശ്നമൊക്കെ ഉണ്ട്, അവൻ കുത്തുകയും കൊല്ലുകയൊക്കെ ചെയ്യുക, അത് പൊക്കോട്ടെ. ഇതാണ് കേരള പോലീസിൻ്റെ ന്യായം. ഇത് ഈ ഒരു പ്രത്യേക സമുദായം ആയതുകൊണ്ട് മാത്രമാണ്.
അതിൽ വേറെ ഒരു സമുദായത്തിനും ഈ ഇളവ് ലഭിക്കുകയില്ല കേരള പോലീസിന്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾക്ക് ഹക്കീം എന്ന് പറയുന്ന ആൾക്ക് 25 വർഷമായിട്ട് മാനസിക പ്രശ്നമുണ്ട്. ഇതിന് ശേഷം ഇയാൾ തന്നെ അയച്ച ഒരു കമൻറ്റ്, അതായത് ചാറ്റ് മറ്റൊരു സുഹൃത്തിനുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ അടുത്ത ഹോട്ടലുകാരുമായിട്ട് പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അവനൊരു പണി കൊടുക്കാൻ വേണ്ടി ആ തുളസിത്തറയിൽ അങ്ങനെ ചെയ്താൽ അത് തെറ്റായിപ്പോയി, അത് ചെയ്യാനുണ്ടായിരുന്നു, കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാമെന്ന്. അപ്പോൾ മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് അതെങ്ങനെ ഓർമ്മ വരുന്നത്? അപ്പോൾ മറ്റൊരു ഹോട്ടലിൻ്റെയാണ് ആ തുളസിത്തറയെന്നും അവിടെ ഞാൻ ഈ പ്രവൃത്തി ചെയ്തതെന്നും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ തെറ്റായി എന്നും ക്ഷമ പറയണം എന്നും ഒക്കെ പറയണമെങ്കിൽ ഇത് പ്ലാൻ മാത്രമല്ല, ഈ മറ്റൊരു ഹോട്ടലിൻ്റെ മുമ്പിലുള്ള തുളസിത്തറയിൽ ഇത് കൊണ്ടുപോയി ഇട്ടാൽ ആ ഹോട്ടലിന് എന്ത് ദോഷം വരാൻ? മറ്റൊരു ഹോട്ടലിലെ ഭക്ഷണ സാധനങ്ങളിൽ ഞാൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ അതോടെ ആളുകൾ ക്ഷുഭിതരാകുക, ആ ഹോട്ടലിൽ കയറാതിരിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഹെൽത്തുകാർ വന്നിട്ട് പൂട്ടും, ഇതൊക്കെ ചെയ്യും. അതല്ലാതെ ഹോട്ടലിൻ്റെ മുമ്പിലോ പരിസരത്തോ ഉള്ള തുളസിത്തറയിൽ ഇയാളെന്തെങ്കിലും ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിനെ അത് ബാധിക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ അതിനെയും അതിനെ വിശ്വസിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ വിശ്വസിക്കുന്ന ആളുകളെ? തീർച്ചയായിട്ടും ഇത് മൊത്തത്തിൽ ഇതൊരു മതത്തെ, മതചിഹ്നത്തെ അപമാനിക്കുന്ന കാര്യമാണ്. ഇനി മതം മാറ്റിവെച്ചാൽ തന്നെ സെക്യുലറായിട്ട് ഇതിനെ സമീപിക്കുക പോക്കൃത്തരല്ലേ ഈ കാണിക്കുന്നത്? ശുദ്ധ പോക്കൃത്തരം. നിരീശ്വരവാദികൾ പോലും ഇത് ചെയ്യില്ല. അവർക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നുള്ളതല്ലാതെ അമ്പലത്തിൽ കയറിയിട്ട് എന്തെങ്കിലും വൃത്തികേട് കാണിക്കാൻ നിരീശ്വരവാദി പുറപ്പെടാറുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അവർ പറയും നിങ്ങളുടെ വിശ്വാസത്തിന് ബേസ് ഇല്ല, ഇത് അന്ധവിശ്വാസമാണ്, പോയിട്ട് കാര്യമില്ല, ഈ ലോജിക്കൊക്കെ അവർ പറയും. അതല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ചന്ദനം തൊട്ട ഒരാളുടെ നെറ്റിയിൽ നിന്ന് ചന്ദനം മായച്ച് കളയുക, തീർത്ഥം എടുത്ത് റോട്ടിലൊഴിക്കുക, ഇതിനൊന്നും നിരീശ്വരവാദികൾ പോലും പോകാറില്ല. ഇത് പോകുന്നത് അയാൾക്ക് ഒരുപക്ഷെ ഭ്രാന്തായിരിക്കാം, പക്ഷെ അത് സാധാരണ ഭ്രാന്തല്ല, മതഭ്രാന്താണത്. ഭ്രാന്തിൻ്റെ ഒരു വകഭേദമാണല്ലോ മതഭ്രാന്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭ്രാന്തനാണ്. അപ്പോൾ അയാൾക്കെതിരെ എന്തുകൊണ്ട് നടപടി ഇല്ല എന്നുള്ള ചോദ്യത്തിന് പോലീസ് സമാധാനം പറയണം. അതല്ലാതെ ഇത് ഷെയർ ചെയ്തവരെ പിടിക്കാൻ പോവുക, അത് ഒരു നീതീകരിക്കാവുന്ന നടപടിയല്ല പോലീസിൻ്റെ. അപ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്നും ഇയാൾ എത്ര കാലമായി ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് അതിൻ്റെ ഒരു വിവരം പോലീസ് തന്നെ ഷെയർ ചെയ്താൽ ഈ പ്രശ്നമില്ലല്ലോ അല്ലേ? അതിന് പകരം ഇതിനെ അനുകൂലിക്കുന്ന കമൻറ്റുകൾ ഷെയർ ചെയ്താൽ പോലും പ്രശ്നമെന്നാണ് പറയുന്നത്. ആ പ്രശ്നമാണെന്ന് പറയുന്നു. അതേസമയം പ്രശ്നം എന്താണെന്ന് പറയുന്നുമില്ല. ഇവർ പറയണ്ടേ, ഈ പറഞ്ഞ ഹക്കീം എന്ന ആളിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലാണ്, ഇന്ന സബ് ജയിലിലേക്ക് പോയിട്ടുണ്ട്, പോലീസ് നടപടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇത് ഷെയർ ചെയ്ത് ഫർദർ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതല്ലാതെ അയാളെ ന്യായീകരിച്ചുകൊണ്ട് അയാൾക്ക് കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് അയാൾക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. ഈ ഷെയർ ചെയ്യുന്ന ആളിനെയും ഭ്രാന്തിൻ്റെ ലിസ്റ്റിൽ അങ്ങ് പെടുത്തി വിട്ടാൽ പോരെ? അപ്പോൾ ഈ ഒരു പ്രത്യേക മതമായതുകൊണ്ട് പോലീസ് ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒരു ന്യായവും ഞാനിതിൽ കാണുന്നില്ല. നിങ്ങൾ മുസ്ലിമാണോ, നിങ്ങൾക്ക് എന്ത് പോകൃത്തരം വേണമെങ്കിലും കാണിക്കാം, പോലീസ് നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ ഹിന്ദുവാണോ, എന്നെ അപമാനിച്ചു സിനുജി എന്ന് ഞാൻ സിനുജിയോട് പറയാൻ പോലും പാടില്ല, ആ വിവരമൊന്നും അറിയിക്കാൻ പാടില്ല. അപമാനം മിണ്ടാതെ സഹിച്ചോളണം. ഇതാണ് പോലീസിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പോലീസ് ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയുണ്ട്. വളരെ പാർഷ്യലായിട്ട് ഈ കാര്യത്തിൽ പോലീസ് പെരുമാറുന്നു. ഒരു ഹിന്ദു വിരുദ്ധത പോലീസിൻ്റെ പ്രവൃത്തികളിൽ കാണുന്നു. അപ്പോൾ ഒരു ഹിന്ദുവാണ് ഇതുപോലെ ഇതര മതസ്ഥൻ്റെ ഒരു ആരാധനാലയത്തിൻ്റെ അല്ലെ അവരുടെ വിശ്വാസത്തെയോ ഹനിക്കുന്ന രീതിയിൽ പ്രവൃത്തി ചെയ്ത് ആ സ്പോട്ടിൽ പൊക്കി കൊണ്ടുപോകും, ആ സെക്കൻഡിൽ പോലീസ് പൊക്കി കൊണ്ടുപോകും. ഒന്ന് ചെയ്ത് നോക്കിക്കോ. പ്രവൃത്തിയൊന്നും ചെയ്യേണ്ട, വാക്കുകൊണ്ട് മതി, വാക്കുകൊണ്ട് സംസാരിച്ചാൽ പൊക്കി കൊണ്ടുപോകും. ഇപ്പോൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയല്ലേ? അതെ, ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ അറസ്റ്റ് ചെയ്താൽ 2 തവണ ഇറങ്ങിപ്പോകുന്നു. ഈ 3ാമത് അറസ്റ്റ് ചെയ്താൽ 3ാമത് ഇറങ്ങിപ്പോകും. പക്ഷെ ഭയങ്കര പ്രഷറാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ. PC ജോർജ് ഈ പറഞ്ഞ പ്രവൃത്തിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു, അത് വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു. അത് ആദ്യമൊന്നുമല്ല, PC ജോർജ് എത്രയോ കാലമായിട്ട് രൂക്ഷമായ തീക്ഷ്ണമായ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്ന ആളാണ്. അതിൽ അശ്ലീലമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വാക്കുകൾ വളരെ തീക്ഷ്ണമായിരിക്കും, ഭാവം വളരെ രൗദ്രമായിരിക്കും, അതിൽ തെറ്റുമില്ല. ബട്ട് അങ്ങേരുടെ പിന്നാലെ പോകാൻ പോലീസ് കഴിഞ്ഞ തവണ പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ഓർക്കണില്ലേ? 10-45 പോലീസുകാർ വെളുപ്പിനെ 5 മണിക്ക് വീട് വളഞ്ഞ് അങ്ങനെ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ഇതും ചാടി പുറത്തിറങ്ങി, എന്താ ഇത് ബഹളം, അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ അങ്ങോട്ട് വന്നതിനില്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ പുള്ളി പോയത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസാണ്
ഹക്കീമിനെ തൊടുന്നില്ല. ഇനി ഇതുവരെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നവരെ ഹക്കീമിനെ അറസ്റ്റ് ചെയ്തതായിട്ട് വാർത്തയില്ല. മാത്രമല്ല അയാളെ ന്യായീകരിക്കുന്നു. അതെ, അയാൾക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. എന്നിട്ട് ഷെയർ ചെയ്തവരെ കൊല്ലാനായിട്ട് ഉത്തരവ് വിടുന്നു. അപ്പോൾ 25 വർഷമായിട്ട് ഇയാൾ മാനസിക രോഗിയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നേരത്തെ കണ്ടെത്തി ഇയാൾക്കെതിരെ നടപടിയെടുത്തില്ല? അല്ലെ അധികൃതർ ഈ ലൈസൻസ് കൊടുക്കരുതല്ലോ ഹോട്ടലിൽ? നേരത്തെ അറിഞ്ഞില്ല എന്ന് വെച്ചോ. മാനസിക രോഗം പല രീതിയിലുമില്ല. ഇയാൾക്ക് മതഭ്രാന്താണ്. മതഭ്രാന്ത് തിരിച്ചറിയാൻ താമസിക്കും. വോസിഫറസ് ആയിട്ടുള്ള ടി വിയിലൊക്കെ വരുന്ന ആൾക്കാരുടെ ഭ്രാന്ത് തിരിച്ചറിയാൻ പറ്റും, അല്ലാത്തവരെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശരി, ഞങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണ്. പക്ഷേ അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട. അയാളെ കടയടപ്പിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക, റിമാൻഡ് ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു, ഇനി ഈ വീഡിയോ ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അതല്ല, ഇയാളെ അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ്. അയാൾക്ക് ഭ്രാന്താണ്, നിങ്ങളും വിട്ടരുത്. അത് അനുവദിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. അപ്പോൾ ചെയ്യേണ്ടത് തുടർ നടപടി എന്താണെന്നെങ്കിലും പരസ്യമായിട്ട് പോലീസ് അറിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഹക്കീമിനെതിരെ എന്ത് നടപടി ഉണ്ടാവും നമുക്ക് കാത്തിരിക്കാം, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.